ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്ന് ഈ ഒരു ഫിഷിനെ കുറിച്ച് ഒന്ന് നോക്കിയാലോ. ഗ്ലോ ഫിഷ് അഥവാ വിഡോ ടെട്ര എന്ന് പറയും. ടെട്രേൻ്റെ ഒരു വേറെ രൂപത്തിലുള്ള ഫിഷുകളാണിവ. ഇവയ്ക്ക് ഒരുപാട് നിറത്തിലുള്ള കളേഴ്സ് അവൈലബിൾ ആണ്. അതായത് ഗ്രീന്, ബ്ലൂ, യെല്ലോ, റെഡ്, പേർപ്പിൾ അങ്ങനെ പല കളേഴ്സിലും ഇവ അവൈലബിൾ ആണ്. ഇപ്പം നമ്മുടെ ഒക്കെ അക്വേറിയം ഷോപ്പുകളിൽ സുലഭമായി കിട്ടുന്ന ഒരു ഫിഷ് കൂടിയാണ് ഈ ഒരു വിഡോ ഫിഷ്. ഇവയ്ക്ക് മെയിൻ്റെനൻസും കുറവാണ്. അതുപോലെ തന്നെ നല്ല നമുക്ക് ഈ ഷോയ്ക്ക് വേണ്ടി ഏറ്റവും ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫിഷ് തന്നെയാണ് നമ്മൾ ഈ ഗ്ലോ ഫിഷ് എന്ന് പറയുന്നത്. ഇവയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ബ്രസീൽ, അർജൻറ്റീന എന്നീ രാജ്യങ്ങളിലൊക്കെ നിന്നിട്ടാണ്. ഇവയുടെ ആയുസ് എന്ന് പറയുന്നത് 3 വർഷം മുതൽ 5 വർഷം വരെയാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇവ ഏകദേശം 3 ഇഞ്ച്, അതായത് 7.5 സെൻറ്റിമീറ്റർ വരെയാണ് നീളം വയ്ക്കുക. ഇവയെ ഒറ്റയ്ക്കിട്ട് വളർത്തുന്നതിനേക്കാളും കൂടുതൽ ഇവർ ഗ്രൂപ്പായിട്ട് വളരാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളൊരു 6 ഫിഷിനെങ്കിലും മിനിമം മേടിച്ചിട്ട് വളർത്തിയാൽ അവർ നല്ല ആക്റ്റീവായിരിക്കും. ഇവർ ഗ്രൂപ്പായിട്ട് വളരാൻ ആഗ്രഹിക്കുന്ന ഒരു ഫിഷാണ്. ഇപ്പം അവർ ഫുഡ് എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈവ് ഫീഡ്, ഇപ്പം മൊയിന, ഹാർട്ടിമിയ അതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പെല്ലറ്റ് ഫീഡ് ആണെങ്കിലും അവരെടുത്തോളും. ഈ ഫുഡിൻ്റെ കാര്യത്തിൽ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഫിഷുകൾ എഗ്ഗ് ഇടുകയാണ് ചെയ്യുക. ഒരു ടൈമിൽ 1000 എഗ്ഗ് വരെ ഇടുന്നതാണ് പറയപ്പെടുന്നത്. പിന്നെ എഗ്ഗ് ഇട്ട് കഴിഞ്ഞാൽ അത് വിരിയാനുള്ള ടൈം എന്ന് പറയുന്നത് 48 മണിക്കൂറാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ഇവയ്ക്ക് എഗ്ഗ് ഇടാൻ വേണ്ടിയിട്ട് ഒരു വീക്കെങ്കിലും നമ്മൾ നല്ല പ്രോട്ടീൻ ഫുഡ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അടിഭാഗത്ത് നല്ലൊരു മാച്ച് പോലെ നമ്മളെന്താക്കുക, പായൽ വിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ചിതറി മുട്ടയിടുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമുക്ക് മുട്ട പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എഗ്ഗ് ഇട്ട് കഴിഞ്ഞാൽ 48 മണിക്കൂറാണ് അവർ വിരിയാൻ വേണ്ട സമയം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ കുറച്ചധികം വിഡോ ഫിഷുകൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് ഞാൻ കോൺടാക്റ്റ് നമ്പർ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനിയും പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം ഞാൻ എന്തായാലും നിങ്ങളുടെ കമൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നിങ്ങളുടെ കമൻസിന് എന്തായാലും ഞാൻ റിപ്ലൈ ചെയ്യും. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി. ഞങ്ങളുടെ പെറ്റ് ഷോപ്പ് കാലിക്കറ്റ് മൂഴിക്കൽ